ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹെയർ അക്സറീസിൽ എപ്പോഴും ട്രെൻഡിങ്ങിലുള്ള ഒരു ഐറ്റമാണ് പിലാക്കൽ ഹെയർ ബാൻഡ്സ്. അപ്പോൾ ഇന്ന് നമുക്ക് പിലാക്കൽ ഹെയർ ബാൻഡ് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിൽ തന്നെ ജാസ്മിൻ ബഡ്സ് വെച്ചുള്ള നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മെയിൻ ആയിട്ട് വേണ്ട ഒരു ഐറ്റമാണ് ഈ പിലാക്കൽ ബോ. അപ്പോൾ അത് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് ബ്ലാക്ക് സാറ്റിൻ ഹെയർ ബാൻഡ്, അതുപോലെ തന്നെ ഫെൽറ്റ് ഷീറ്റും വേണം. പിന്നെ ഗ്ലൂ ആയിട്ട് യൂസ് ചെയ്യുന്ന ഗ്ലൂ ഗൺ ആണ് കേട്ടോ. ആദ്യം നമുക്ക് ഫെൽറ്റ് ഷീറ്റ് ഒന്ന് സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ പിലാക്കൽ ബോന്റെ ബാക്ക് സൈഡിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഒരു ഹെയർ ബാൻഡ് ചെയ്യാനായിട്ട് നമുക്ക് 4 പീസാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ 4 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പിലാക്കൽ ഹെയർ ബോർഡ് ബാക്കിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഫെൽറ്റ് ഷീറ്റ് എല്ലാം ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ 2 ഹെയർ ബോളും ചെയ്തെടുക്കണം. നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടോ അങ്ങനെ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മളിത് ഡ്രൈ ആക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഗ്ലൂ ഗൺ ആയ കാരണം പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും. അപ്പോൾ അത് അവിടെ നിന്ന് ഡ്രൈ ആവട്ടെ. ഈ ടൈമിൽ നമുക്ക് ഹെയർ ബാൻഡിൽ ഇത് ഫിക്സ് ചെയ്യാനുള്ള അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഹെയർ ബാൻഡിൻ്റെ അറ്റത്ത് നിന്ന് 4 ഇഞ്ച് ഉള്ളിലേക്കായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മൾ 2 സൈഡിലും ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ 2 സൈഡിലും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ബോ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഗ്ലൂ ഗൺ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു ലൈൻ ഉണ്ടല്ലോ, അത് സെൻറ്ററിൽ വരുന്ന രീതിയിൽ 2 സൈഡിലൊക്കെ ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആ പിലാക്കൽ ബോ ഇതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ കറക്റ്റ് സെൻറ്ററിലായിട്ട് വരുന്ന രീതിയിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഇത് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു ഫെൽറ്റ് ഷീറ്റും കൂടി ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഒന്ന് നന്നായി സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗ്ലൂ നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ഫെൽറ്റ് ഷീറ്റും കൂടി നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നമ്മൾ അടുത്ത ബോയും ഓപ്പോസിറ്റ് സൈഡിലും ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഹെയർ ബാൻഡിലല്ലേ ചെയ്തെടുത്ത്, ഇതുപോലെ തന്നെ നമുക്ക് നൈലോൺ ബാൻഡിലും ചെയ്തെടുക്കാം. നൈലോൺ ബാൻഡ് നല്ല സ്ട്രെച്ചബിൾ ആയ കാരണം ഇത്രയും ഡിസ്റ്റൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 2.5 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്താൽ മതിയായിരിക്കും 2 ബോയും തമ്മിലുള്ളത്. അതേപോലെ തന്നെ അലിഗേറ്റർ ക്ലിപ്പിൽ നമ്മൾ ബോ വെച്ചിട്ട് ചെയ്തെടുക്കാറുണ്ട് കേട്ടോ, ക്ലിപ്പ് പോലെ. എല്ലാം കൂടി നമ്മൾ കാണിക്കുന്നില്ല കേട്ടോ, എല്ലാം സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഹെയർ ബാൻഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ പിലാക്കലും ഹെയർ ബാൻഡിൽ ജാസ്മിൻ ബഡ്സും കൂടി ആഡ് ചെയ്തിട്ട് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ഈ ജാസ്മിൻ ബഡ്സ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം. വീണ്ടും റിപ്പീറ്റ് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഈ ജാസ്മിൻ ബഡ്സിൻ്റെ അടിയിലായിട്ട് കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബോർഡ് സെൻട്രൽ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ പിലാക്കൽ ബോർഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.